ഇന്ന് കോഴിക്കോട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2 പരിപാടികൾ ഒന്നിച്ചാണ് നമ്മൾ നടത്തിയത്. ഒന്ന് ഭിന്നശേഷി കലോത്സവം, ശലഭോത്സവം. ഭിന്നശേഷിക്കാരുടെ കലോത്സവത്തെ ഞങ്ങൾ ശലഭോത്സവം എന്നാണ് വിളിച്ചിരിക്കുന്നത്. പദ്ധതി വെച്ചിട്ടാണ് എല്ലാ വർഷവും ഇത് നടത്തുന്നത്. ഈ ഭരണസമിതിയുടെ അവസാനത്തെ വർഷമാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ പരിപാടി നേരത്തെ ഡിസംബർ മാസത്തിലോ ജനുവരിയിലോ നടത്തുന്നത് നമ്മൾ ഈ ഒരു മാസത്തിലേക്ക് നടത്തുകയാണ്. സാധാരണ പോലെ തന്നെ ഗ്രാമപഞ്ചായത്തുകളിൽ നിന്ന് വരുന്ന ഭിന്നശേഷിക്കാർ, അതായത് ബഡ്സ് സ്കൂളിലെ കുട്ടികൾ, നമ്മളെ CDMCയിലെ കുട്ടികൾ, കൈവല്യം റീഹാബ് സെന്ററിലെ കുട്ടികൾ, ഇവരാണ് ഈ ഒരു ഭിന്നശേഷിക്കാരുടെ കലോത്സവത്തിൽ പങ്കെടുക്കുന്നത്. അവരുടെ പാട്ടും നൃത്തവും അതേപോലെ തന്നെ ചിത്രരചനയും ഇത്ര ഭംഗിയായിട്ട് നല്ല രീതിയിലൊക്കെ അവർ ചിത്രങ്ങളൊക്കെ വരച്ചു. അവരുടെ ആഘോഷങ്ങളൊക്കെ ഉച്ചവരെ നമ്മൾ പരിപാടി നടത്തി അവർക്ക് സമ്മാനങ്ങളൊക്കെ കൊടുത്തു. ഉച്ചയ്ക്ക് ശേഷം നമ്മൾ വയോജന കലോത്സവമാണ്. അതിനെ നമ്മൾ സാന്ധ്യശോഭ എന്നുള്ള പേരിലാണ് നമ്മൾ അറിയപ്പെടുന്നത്. അതും എല്ലാ വർഷവും നമ്മൾ നടത്തുന്നതാണ്. 2 പഞ്ചായത്തിലെയും വയോജനോത്സവം കഴിഞ്ഞ് അതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നവരെയാണ് നമ്മളെ ബ്ലോക്ക് തല വയോജനോത്സവത്തിലേക്ക് കൊണ്ടുവരാറ്. ഒപ്പനയും ഡാൻസും, സിംഗിൾ ഡാൻസ്, ഗ്രൂപ്പ് ഡാൻസ്, മോണോ ആക്ട്, അതേപോലെ കഥാരചന, കവിതാരചന, ഉപന്യാസ രചന, പെയിന്റിങ്, ഇതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പരിപാടികളായിരുന്നു. വളരെ ഭംഗിയായിട്ടാണ് 70ഉം 80ഉം വയസ്സായവര് നന്നായിട്ട് നൃത്തം ചെയ്തു. അവരുടെ ആ നൃത്തത്തിലൊക്കെ ഉള്ള ഒരു ഉഷാറ് കാണുമ്പോൾ തന്നെ അവർക്ക് എത്രമാത്രം അതിൽ നിന്ന് സന്തോഷം കിട്ടുന്നു എന്ന് നമുക്ക് അറിയാൻ പറ്റും. വയോജന കമ്മീഷനൊക്കെ ഈ അവസരത്തില് തുടർന്നുള്ള വർഷങ്ങളിൽ ഇതേപോലുള്ള കൂടുതൽ പരിപാടി ഇനി വരുന്ന ഭരണസമിതികൾ അതേപോലെ ജനപ്രതിനിധികൾ ഏറ്റെടുത്ത് നടത്തണം. അവർക്ക് കൊടുക്കാവുന്ന, മുതിർന്ന പൗരന്മാർക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല ഒരു കെയർ അല്ലെങ്കിൽ അവരെ ചേർത്ത് നിർത്തുന്ന ഒരു പരിപാടിയായിട്ടാണ് ഇതിനെ നമ്മൾ കണക്കാക്കുന്നത്. അതിലൂടെ കുറച്ച് സമയമാണെങ്കിലും അവർക്ക് അതിലൂടെ കിട്ടിയിട്ടുള്ള ഒരു സന്തോഷം, അവരുടെ ചെറുപ്പകാലങ്ങളിലൊക്കെ ചിലപ്പോൾ അവർ ആഗ്രഹിച്ചിട്ടും നടത്താൻ പറ്റാത്ത കാര്യങ്ങൾ അവർക്കിപ്പോൾ നടത്താൻ പറ്റി. അത് അവരുടെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കി. ആ ഒരു കൂട്ടായ്മയിലൂടെ അവർക്ക് കിട്ടുന്ന ഒരു സ്നേഹവും സന്തോഷവും ഒത്തുചേരലൊക്കെ ആകുമ്പോഴാണ് നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സമ്മാനമായിട്ട് നമ്മൾ അത് കാണുന്നത്. ഞങ്ങൾ കൊടുക്കുന്നത് വെറും ഒരു പ്രോത്സാഹന സമ്മാനമാണ്. പക്ഷെ ഈ ഒരു 4-5 മണിക്കൂർ അവരൊത്തുചേരുമ്പോൾ അവർക്ക് കിട്ടുന്ന സന്തോഷമാണ് അത് ഏറ്റവും വലിയ സമ്മാനമായിട്ട് നമ്മൾ കാണുന്നത്. പച്ചക്കുതിരകളോ കൂട്ടാടും കൊത്ത കവികൾ